ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം T20-യിൽ ടീം ഇന്ത്യക്ക് തോൽവിയാണ് നേരിട്ടത്. ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ഇംഗ്ലണ്ടിന്റെ പേസ് ആക്രമണത്തിന് മുൻപിൽ ഒടുവിൽ ടീം ഇന്ത്യ കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. തീർച്ചയായിട്ടും ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടത് ടീം ഇന്ത്യയുടെ പരാജയ കാരണമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മത്സരത്തിന് ശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രതികരണമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഒരിക്കൽ കൂടി ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് തകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടപ്പോൾ അഭിഷേക് ശർമ്മ ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുത്തത്. സഞ്ജുവിനൊപ്പം തന്നെ സൂര്യകുമാർ യാദവും തുടർ മത്സരങ്ങളിൽ ഫോമാകാതെ പോകുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു തലവേദനയായി മാറുന്നുണ്ട്. ക്യാപ്റ്റൻസിയിൽ എത്തിയതിനു ശേഷം സൂര്യയ്ക്കും പ്രതീക്ഷിച്ച ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. സഞ്ജു ആകട്ടെ ആദ്യ മത്സരത്തിൽ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും 2-3 T20-കളിൽ നിറം മങ്ങിപ്പോയിരുന്നു. ആർച്ചറുടെ ഷോർട്ട് ബോളുകളെ നേരിടാനായി സഞ്ജുവിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത്. ഇംഗ്ലീഷ് പേസ് ബോളിംഗിന് മുൻപിൽ സഞ്ജു ബാറ്റിംഗ് മറക്കുന്നുവെന്നാണ് ഇന്ത്യൻ മുൻ താരമായ അമ്പാട്ടി റായിഡു സഞ്ജുവിന്റെ ബാറ്റിംഗിൽ പ്രതികരിച്ചത്. ഷോർട്ട് ബോളുകളെ നേരിടാനായി സഞ്ജു പ്രത്യേക പരിശീലനം എടുത്തു എന്നുൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആർച്ചറെ നേരിടുന്നതിൽ സഞ്ജു ഒരിക്കൽ കൂടി പരാജയപ്പെടുകയായിരുന്നു. മത്സരത്തിൽ തോറ്റെങ്കിലും താരങ്ങളുടെ പ്രകടനത്തിൽ മികച്ച അഭിപ്രായവുമായാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ മത്സരശേഷം എത്തിയത്. ബോളിംഗിൽ വരുൺ ചക്രവർത്തിയുടെ പ്രകടനത്തെ ഗംഭീർ എടുത്തു പ്രശംസിച്ചു. പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാനായി ഇന്ത്യൻ ബോളിംഗിന് സാധിച്ചിട്ടുണ്ട്. ബാറ്റിംഗിൽ എവിടെയാണ് പോരായ്മ ഉണ്ടായതെന്ന് ശ്രദ്ധേയമായി നിരീക്ഷിക്കുമെന്നാണ് ഗംഭീർ പറഞ്ഞത്. ഒരു താരത്തിന്റെയും പ്രകടനത്തെ എടുത്തു വിലയിരുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ മത്സരത്തിലും താരങ്ങൾ ഇംപ്രൂവ് ആകാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റുന്നതെന്ന് തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് ഗംഭീർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ടീമിൽ മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഗംഭീറിന്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഒന്നും തന്നെ എത്തിയിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.